വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു ഈ വീഡിയോ എടുത്തതിൻ്റെ അന്ന്. എനിക്ക് ലേറ്റ് നൈറ്റ് എന്തെങ്കിലും പരിപാടീസൊക്കെ ചെയ്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല. അങ്ങനെ ഇപ്പോൾ ഉറക്കം കളഞ്ഞിട്ട് നിൻ്റെ ഒരു പരിപാടിയും വേണ്ടാന്നാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. ശരിയാണ്, ഉറക്കമൊക്കെ വേണം, പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് നേടിയെടുക്കണ്ടേ, അല്ലെങ്കിൽ നടത്തണ്ടേ. മെയ് 4-നായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ്. മെയ് 5 തൊട്ട് അവരുടെ വെഡിങ്ങിന് പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡില്ലേ, അത് വെച്ചിട്ടൊരു തട്ട് സെറ്റ് ചെയ്യണമെന്ന് മൈൻഡിലുണ്ട്. പിന്നെ പെട്ടെന്നുള്ള എക്സാമും പിന്നെ എൻ്റെ ഐറ്റംസ് മൊത്തം മെസ്സിയായിരുന്നു. എല്ലാ ഹാങ് ഓവറും ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. നമ്മുടെ കലവറയുടെ ഒരു കോർണർ പോർഷനിൽ സെറ്റ് ചെയ്തെടുക്കാനാട്ടോ ഇതുപോലെ തട്ട് സെറ്റ് ചെയ്തെടുത്തത്. കട്ടി അല്പം കുറഞ്ഞ ബോർഡായതുകൊണ്ടാണ് ഞാൻ 2 ഒരുമിച്ച് ഒട്ടിച്ചിട്ട് ഈ ഒരു കോർണറിലാട്ടോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെയ്വും വരയും കുറിയൊക്കെ ഉള്ള പോർഷൻ ഉള്ളിൽ വരുന്ന രീതിയിൽ തമ്മിലാണ് ഒട്ടിച്ചെടുത്തത്. അപ്പൊ നമുക്ക് താഴെയും മുകളിലുമായിട്ട് വൈറ്റ് പോർഷൻ കിട്ടും. ആ ഭിത്തിയിലേക്ക് ചേർത്തൊട്ടിക്കേണ്ട ഭാഗത്ത് ഞാൻ ഡബിൾ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഡബിൾ ടേപ്പ് കൊണ്ട് മാത്രം ഇത് ഒട്ടി നിൽക്കില്ല എന്ന് ഉറപ്പുള്ളത് കാരണം ഞാൻ ആ ഒരു പോർഷനിൽ ഫ്ലെക്സിക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാനത് വീഡിയോ എടുത്തിട്ടില്ല എന്ന് മാത്രം. ഇനി അവിടെ നമ്മുടെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും അതിലേക്ക് കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭിത്തിയിൽ ഫിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും പെയിന്റ് ബ്രഷോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം ഉണ്ടാക്കിയില്ലേ, നമ്മുടെ ഷോർട്സിലുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും വോയിസ് ഓവർ ക്ലിയർ ആക്കി കേൾക്കാതെ കുറെ പേര് നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അതിൽ പറഞ്ഞത് പുറത്തൊരു ക്രോക്സ് കണ്ടപ്പോൾ എൻ്റെ ഒരു ക്രോക്സിൽ ട്രൈ ചെയ്യാന്നാണ് വിചാരിച്ചത്. എല്ലാവരും വിചാരിച്ചത് ഞാൻ പുറത്തുനിന്ന് ക്രോക്സ് എടുത്തിട്ട് വന്നിട്ട് അത് വെച്ചിട്ട് ചെയ്തു. ഇനി എൻ്റെ പെയിന്റ്സ് ഒക്കെ ഇരിക്കുന്ന ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണം. ഇതിൽ പെയിന്റ് ഇല്ലാത്ത ബോട്ടിൽസും കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ പേസ്റ്റൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിലാട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ സാധനങ്ങളൊക്കെ മൊത്തത്തിൽ വാർക്കയുടെ മുകളിൽ ഇങ്ങനെ വെറുതെ കിടക്കുമായിരുന്നു. അതിൽ നിന്ന് പിറക്കി സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ ആട്ടോ ഇത് സെറ്റ് ചെയ്തത്. എന്ത് ചെയ്യാനാ, പെയിന്റ് മാത്രം വെക്കാൻ ഉദ്ദേശിച്ചാൽ നടക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിൽ വരും അലക്കൂലത്തെ സാധനം. പിന്നെ ഈ ബോക്സ് പൊന്തിക്കാൻ കുറച്ച് പാടായതുകൊണ്ട് ഞാൻ ആ ഒരു പോർഷൻ്റെ ഒരു വുഡൻ മുത്തും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാമല്ലോ. ഇതിന് മുമ്പ് ഞാൻ ഒരെണ്ണം ഒട്ടിച്ചതായിരുന്നു, പിന്നെ അങ്ങോട്ടുള്ള എറിയലും മറിയലൊക്കെ കാരണം അതൊക്കെ അങ്ങ് പോയതാ. രണ്ടാമത് ഇപ്പൊ എന്തായാലും സെറ്റ് ചെയ്തിട്ട്. പിന്നെ ഈ ഷെൽഫിൽ മൊത്തത്തിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ സെറ്റിംഗ് ഒന്നും ഇല്ല, എനിക്ക് പെട്ടെന്ന് എടുക്കാനുള്ള ഭാഗത്തിന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഇട്ട ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഒരു ക്യൂട്ടായിട്ടുള്ള ആ ബ്ലൂ കളർ, അത് ഞാനൊന്ന് ഭിത്തിയിൽ ചാർത്തിയിട്ടു. എനിക്ക് പല സമയത്തും പലതും തോന്നും, അങ്ങനെ അത് കുഞ്ഞ് ഷെൽഫാക്കിയോടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഓ, മുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാ, താഴേക്ക് നോക്കിയാൽ അവിടെ കൊണ്ട് ഒരു 3-4 ദിവസത്തെ വീഡിയോ എടുപ്പ് കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി. അന്ന് ക്ലീൻ ആക്കിയിടാന്ന് വെച്ചാ നടക്കണ്ടേ, ഓരോരോ ബിസിയായി പോവാന്നേ. ഞാൻ ഒരുപാട് അങ്ങോട്ട് അടിച്ചു വരാൻ നിന്നില്ല, കാരണം രാത്രിയല്ലേ. നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ നടത്തണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. വേറെയും കുറച്ച് പേർക്കൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ കമന്റ്സ് ഒക്കെ കണ്ടേ. അതൊക്കെ ഞാൻ മെല്ലെ കുറച്ച് നാൾ കഴിയുമ്പോൾ നടത്താട്ടോ. നമ്മുടെ ചാനൽ ഒരു 100K ഒക്കെ ആവട്ടെ. അങ്ങനെ ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണ് മാഷേ എനിക്ക് സമാധാനമായി. പിന്നെ താഴേക്ക് നോക്കിയപ്പോഴാണ് ആ പെയിന്റ് ഒക്കെ കണ്ടത്. എന്നാ പിന്നെ അതും കൂടി ക്ലീൻ ആക്കിയിട്ട് കിടക്കാന്ന്. കയ്യിലിരുന്ന ഒരു തിന്നർ യൂസ് ചെയ്തിട്ടാട്ടോ ഇതൊന്ന് ക്ലിയർ ചെയ്തെടുത്തത്. സ്പഞ്ച് വെച്ചിട്ട് കുറച്ചൊക്കെ ക്ലീൻ ആക്കി. കുറച്ചൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഓർത്തു ആങ്കിൽ പിന്നെ അത് പിന്നീട് ആക്കാം. ബിക്കോസ് ഓഫ് താഴത്തുനിന്ന് കുറെ അലാംസ് ഒക്കെ കേൾക്കാൻ തുടങ്ങി. സുമി, നീ ഒന്ന് പോയി കിടക്ക്. അവസാനം ഞാൻ കിടക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു സമയവും നോക്കാൻ നിന്നില്ല കേട്ടോ, പിന്നെ നേരെ പോയി കിടന്നുറങ്ങി. ഫൈനലി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.